നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമുക്കറിയാലോ, ഭാരതത്തിൻ്റെ മാതൃസങ്കല്പവും ഭാരതത്തിൻ്റെ മാതൃഭൂമി സങ്കല്പവും. ഭൂമിയെ മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇപ്പോൾ നെറ്റി ചുളിയും. കാരണം പടിഞ്ഞാറൻ ചിന്താഗതികളെല്ലാം മനസ്സിനുള്ളിലേക്ക് കയറി കൂടുവച്ചിരിക്കുന്നു. ഭൂമി മാതാവാണ്. അതുകൊണ്ടാണ് ഭൂമിയെ ദേവിയായിട്ട് വിഷ്ണു പത്നിയായിട്ട് നമ്മുടെ പാരമ്പര്യം പണ്ട് തന്നെ ആദരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ വിഷ്ണുപത്നിമാരായ മഹാലക്ഷ്മിയെയും ഭൂമിദേവിയെയും അവിടെ ആ ശ്രീകോവിലിനുള്ളിൽ നമുക്ക് കാണാം. വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം നമുക്ക് കാണാം. അങ്ങനെ ഭൂമി മാതാവാണ്. ആ മാതാവ് അങ്ങേറ്റം ആദരണീയയാണ്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന ആ പ്രസിദ്ധമായിരിക്കുന്ന വാക്യം രാമായണ കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ വാക്യം പ്രസിദ്ധമായിട്ടുള്ളത്. അത് വാൽമീകി രാമായണത്തിലുള്ളതല്ല. അതിൻ്റെ ആകരഗ്രന്ഥം ഏതെന്ന് കൃത്യമായിട്ടിപ്പോൾ അറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഏതെങ്കിലും മഹാകാവ്യത്തിലോ ഏതെങ്കിലും നാടകത്തിലോ ഉള്ളതായിരിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയതോ നാടകം. വളരെയേറെ നാടകങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വളരെയേറെ കാവ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ 1000 വർഷക്കാലത്തെ നമ്മുടെ ഭാരതത്തിലെ ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയൊക്കെ ആ ചരിത്രം നോക്കിയാൽ ഇതിൻ്റെ കാരണമെല്ലാം മനസ്സിലാകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. കാരണം ഗ്രന്ഥപുരകളെല്ലാം അക്രമികൾ പലതും തീയരിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയവ ധാരാളമുണ്ട്. ആ കൂട്ടത്തിൽ ഏതോ നാടകത്തിലോ കാവ്യത്തിലോ ഉള്ള വാക്യമാണത്. അത് പക്ഷേ ഇന്നും ജനമനസ്സുകളിൽ നിലനിൽക്കുന്നു. പെറ്റമ്മയും മാതൃഭൂമിയും സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമാണ്. സ്വർഗമല്ല നമുക്ക് മുഖ്യം, മാതൃഭൂമി, അതേപോലെ തന്നെ പെറ്റമ്മ. ഇതിൽ മാതൃഭൂമിയെയും പെറ്റമ്മയെയും കൂടി ചിന്തിക്കുമ്പോഴേക്കും പെറ്റമ്മയാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത്. ആ പെറ്റമ്മയുടെ ആ ഗൗരവതരമായിട്ടുള്ള ആദരണീയ പദവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതേ പ്രകാരത്തിൽ നാം ഭൂമിയെ മാതാവായി കണ്ട് ആ ഭൂമിയെ ആദരിക്കുന്നത്. നമ്മുടെ സ്വന്തം അമ്മയ്ക്കുള്ള ആ ആദരവ് നാം ഭൂമിക്കും നൽകുന്നു. അതാണ് ഭൂമിയെക്കാളും ആദരണീയമായിട്ടുള്ളത്, ഗുരുതരമായിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും മാതാ ഗുരുതര ഭൂമേഹേ. പിന്നെയോ ആകാശത്തെക്കാളും ഉയർച്ചയുള്ളത്, ഉയർന്നു നിൽക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഖാത് പിതോച്ചതരസ്തഥ എന്ന് യുധിഷ്ഠിരന്റെ മറുപടി. ഖാത് ആകാശത്തെക്കാളും ഉച്ചതരമായിട്ടുള്ളത്, ഉയർന്നതായിട്ടുള്ളത് അത് പിതാവാണ്. മാതാച പാർവതീദേവി പിതാ ദേവോ മഹേശ്വര. ഇതൊക്കെ സാധാരണയായിട്ട് പൂജാതി സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലുന്നതാണ്, സമർപ്പണ ശ്ലോകങ്ങളിൽ പെടുന്നു. അമ്മ പാർവതീദേവിയാണ്, അച്ഛൻ മഹേശ്വരനാണ്. അതാണ് ആകാശത്തെക്കാളും സമുന്നതമാണെന്ന് പിതാവിൻ്റെ സ്ഥാനം. പിതാവ് ആകാശത്തെക്കാളും ഉയർന്നു നിൽക്കുന്നു. കാരണം പരമേശ്വരനാണ്. അദ്ദേഹത്തിലാണ് ഈ ലോകം ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്, ലോകം ലയിക്കുന്നത്. അദ്ദേഹമാണ് പിതാവ്. അതാണ് നമ്മുടെ സ്വന്തം പിതാവ് പരമേശ്വരൻ തന്നെയാണ്. പരമേശ്വരൻ്റെ അതേ സ്ഥാനം പിതാവിനുണ്ട്. ഇനിയോ കിംസ്വിത് ശീഘ്രതരം വായോ, വായുവിനേക്കാളും വേഗതയുള്ളതായ പദാർത്ഥം ഏതാണ്? യക്ഷന്റെ വേറൊരു ചോദ്യമാണ്.
അപ്പോഴേക്കും യുധിഷ്ഠിരന്റെ മറുപടി മനഃശീഘ്രതരം വാതാത്. കാറ്റിനേക്കാളും വേഗതയേറിയത് മനസ്സിനാണ്. ഈ ലോകത്തിൽ വളരെയേറെ വേഗത ഉള്ള പദാർത്ഥമാണ് മനസ്സ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ചുറ്റി വന്നു എന്ന് സങ്കല്പിക്കാൻ മനസ്സിന് ഒരു സെക്കൻഡ് മതി. അതാണ് അതിൻ്റെ വേഗത. പ്രകാശത്തിന് പോലും എത്രയോ ദീപ്തിവർഷങ്ങൾ വേണ്ടി വരും. നാം ഓർക്കുക, അതാണ് ഏറ്റവും വേഗതയുള്ളത് മനസ്സാണ്. അതേപോലെ തന്നെ കിംസിത് ബഹുതരം തൃണാത്. ഈ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ തൃണങ്ങളെ കൊണ്ട്, പുല്ലിനെ കൊണ്ട് നിറഞ്ഞതാണ്, നമുക്കറിയാം. അതിന്റെ എണ്ണ എടുക്കാൻ നമുക്ക് പറ്റൂല. അതിനേക്കാളും എണ്ണത്തിൽ കൂടുതലുള്ളത് ഏതാണ് എന്ന് ചോദ്യം. യുധിഷ്ഠിരന്റെ മറുപടി ചിന്ത ബഹുതരീ തൃണാത്. മനുഷ്യ മനസ്സിലെ ചിന്തകളാണ് പുൽക്കൊടികളെക്കാളും ഏറെയുള്ളത്. മനുഷ്യ മനസ്സിന്റെ ഘടന, അവിടെ നടക്കുന്ന ചിന്താ പരമ്പരകളുടെ കോലാഹലം, അത് ഇവിടെ കാണാം. ഈ ചിന്താ പരമ്പരകളെ എല്ലാം നിയന്ത്രിച്ച് മനസ്സിനെ നിശ്ചലമാക്കി നിർത്തുന്നതാണ് യോഗം. പതഞ്ജലി യോഗസൂത്രങ്ങളുടെ തുടക്കത്തിലേ പറയും യോഗ ചിത്തവൃത്തി നിരോധ എന്ന്. ചിത്തവൃത്തിയുടെ, മനസ്സിലെ ചിന്താപരമ്പരകളുടെ 5 തരത്തിലുള്ള വൃത്തികൾ മനസ്സിനുണ്ട് എന്ന് പതഞ്ജലി പറയുന്നുണ്ട്. വൃത്തയ പഞ്ചതയ്യ എന്ന്. ആ 5 തരം വൃത്തികളെയും പരിപൂർണമായിട്ടും വിരമിപ്പിക്കുക, നിശ്ചലമാക്കി തീർക്കുക. അതോടുകൂടി മനസ്സ് ലയിക്കും. അങ്ങനെ യോഗം എന്നുള്ളത് കൈവരണമെന്നുണ്ടെങ്കിൽ മനസ്സിലെ ചിന്തകളെ നിയന്ത്രിക്കണം. ചിന്തകൾ നിയന്ത്രിക്കുക എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതിന് വളരെയേറെ അധ്വാനം വേണ്ടി വരും. സാധിക്കും, അതിന് അധ്വാനം വേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള തൃണങ്ങളെക്കാളും എണ്ണത്തിൽ കൂടുതലുള്ളതാണ് ചിന്തകൾ എന്ന് ഇതാ ഇവിടെ യുധിഷ്ഠിരന്റെ ഉത്തരം. അതിന്റെ ഗൗരവത്തെ, ചിത്തവൃത്തിയെ നിരോധിക്കുന്ന ആ പ്രക്രിയയുടെ ഗൗരവത്തെ നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നു. ഇങ്ങനെയുള്ള ആ ചോദ്യങ്ങളുടെ പരമ്പരകൾ. തുടർന്ന് യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, രാജൻ കുലേന വൃത്തേന സ്വാധ്യായേന ശ്രുതേനവ ബ്രാഹ്മണ്യം കേന ഭവതി പ്രബ്രൂഹി ഏതത് സുനിശ്ചിതം. അവസാനത്തോടടുക്കുമ്പോഴേക്കുള്ള ചോദ്യങ്ങളിൽ ഒന്നാണിത്. അല്ലയോ മഹാരാജാവേ, ഈ ലോകത്തിൽ മനുഷ്യന് ബ്രാഹ്മണ്യം കിട്ടുന്നത് ഏത് മികവ് കൊണ്ടാണ്? എങ്ങനെ? കുലേന, കുലത്തിന്റെ മികവ് കൊണ്ടാണോ? ഇന്ന വംശത്തിൽ ജനിച്ചയാളാണ്, പ്രഖ്യാതമായിരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചയാളാണ്, അതുകൊണ്ടാണോ ഒരു മനുഷ്യന് ബ്രാഹ്മണ്യം കിട്ടുക? അതാണ് ചോദ്യം. ജന്മായത്തമാണ് ബ്രാഹ്മണ്യമെങ്കിൽ കുലം കൊണ്ട് കിട്ടും. അങ്ങനെയാണോ ബ്രാഹ്മണ്യം ഒരാൾക്ക് കൈവരുന്നത്? യക്ഷന്റെ ചോദ്യമാണ് യുധിഷ്ഠിരനോട്. അതേപോലെ തന്നെ ശൃണുയക്ഷ രാജൻ കുലേന വൃത്തേന, വൃത്തം കൊണ്ടാണോ ഒരാൾക്ക് ബ്രാഹ്മണ്യം ലഭിക്കുക? വൃത്തം, സദാചാരം, സത്പ്രവൃത്തി. അങ്ങനെ ഒരാൾക്ക് ബ്രാഹ്മണ്യം ലഭിക്കുന്നത് അയാളുടെ സദാചാരം കൊണ്ടാണോ അതോ സ്വാധ്യായേന, സ്വാധ്യായം കൊണ്ടാണോ? വേദമന്ത്രങ്ങൾ വിധിപ്രകാരം ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിച്ച് പരിശീലിക്കുന്നത് കൊണ്ടാണോ ഒരാൾക്ക് ബ്രാഹ്മണ്യം ഉണ്ടാകുന്നത്? ബ്രാഹ്മണ്യം കേന ഭവതി, ഇതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ടതായ ചോദ്യമാണ്. അന്നും പ്രസക്തം, ഇന്നും പ്രസക്തമാണ്. ബ്രാഹ്മണ്യത്തിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാവശ്യവുമില്ലാതെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ട് സമൂഹത്തിൽ ഛിദ്രമായ വാസനകളെയും ചിന്തകളെയും ഇളക്കി വിട്ടിട്ട് സമൂഹത്തിന്റെ ഉള്ളിൽ കലാപങ്ങളെ സൃഷ്ടിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം വളരെയേറെ പ്രസക്തമാണ് ഇന്നും. യക്ഷൻ പറയുന്നു, അല്ലയോ മഹാരാജാവേ, വളരെ നിശ്ചിതമായിട്ട്, ഉറപ്പായിട്ട്, കൃത്യമായിട്ട് അങ്ങ് എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും. യുധിഷ്ഠിരൻ
ഉടനെ തന്നെ ഉത്തരം പറഞ്ഞു. അദ്ദേഹത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉത്തരം പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? കുടുംബ ബലത്താലാണ് ഒരാൾ ബ്രാഹ്മണനാവുന്നത് എന്നാണോ പറഞ്ഞതല്ല. ഒരു ബ്രാഹ്മണന്റെ മകനായാലാണ് ഒരാൾ ബ്രാഹ്മണനായി തീരുക എന്ന് അദ്ദേഹം പറഞ്ഞോ? യുധിഷ്ഠിരൻ പറഞ്ഞോ? ഇല്ല, യുധിഷ്ഠിരൻ അങ്ങനല്ല പറഞ്ഞത്. ശൃണു യക്ഷ, അല്ലയോ യക്ഷ, അങ്ങ് കേട്ടുകൊള്ളൂ. ബ്രാഹ്മണ്യം ഒരാൾക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാനിതാ പറഞ്ഞു തരാം. ശൃണു യക്ഷ കുലം താത ന സ്വാധ്യായോ നശ്രുതം. അല്ലയോ യക്ഷ, ബ്രാഹ്മണ്യം ഒരാൾക്ക് കിട്ടാനായിട്ട് ഒരിക്കലും കുലമഹിമ കാരണമല്ല. ബ്രാഹ്മണരുടെ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ സന്തതിയായി ജനിച്ചു എന്നുള്ളത് ഒരാൾക്ക് ബ്രാഹ്മണ്യം കൈവരാൻ കാരണമേ അല്ല. അതേപോലെ തന്നെ സ്വാധ്യായവും കാരണമല്ല ബ്രാഹ്മണ്യം കൈവരാൻ. സ്വാധ്യായം, വിധിപ്രകാരമുള്ളതായ വേദപഠനം, വേദമന്ത്രപഠനം, അതും ഒരാൾക്ക് ബ്രാഹ്മണ്യം കൈവരാനുള്ള ഉപകരണമല്ല. നശ്രുതം, നേടിയിട്ടുള്ളതായ അറിവ്, പല മണ്ഡലങ്ങളിലുള്ളതായ അറിവ്, വേദമന്ത്രങ്ങളിലുള്ളതായ അധ്യയനത്തെക്കുറിച്ച് സ്വാധ്യായം എന്ന് പറഞ്ഞു. അതൊഴികെയുള്ള വിവിധങ്ങളായ ശാസ്ത്രങ്ങളിൽ ഉള്ളതായ അറിവ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ പണ്ഡിതൻ എന്ന് ആദരിക്കപ്പെടാം, അത് ശരിയായിരിക്കാം. പക്ഷേ അയാൾ ബ്രാഹ്മണനാവില്ല. അറിവ് കൊണ്ട് ഒരാൾ ബ്രാഹ്മണനാവുന്നില്ല. കാരണം ഹി ദ്വിജത്വേജ. അയ്യോ യക്ഷ, ബ്രാഹ്മണ്യം ഒരാൾക്ക് കൈവരാനുള്ള കാരണം ഏതെന്നറിയോ? വൃത്തമേവ ന സംശയ. ഒരാളുടെ സത്സ്വഭാവമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നത് പ്രസക്തമേ അല്ല. അയാളുടെ പിതാവ് ആരാണ് എന്നുള്ളതും പ്രസക്തമേ അല്ല. പിതാവ് ബ്രാഹ്മണനായിക്കൊള്ളട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, വൈശ്യനായിക്കൊള്ളട്ടെ, ചണ്ടാളനായിക്കൊള്ളട്ടെ, അതൊന്നും പ്രസക്തമല്ല. ആരുടെ സന്തതിയായിരുന്നാലും അയാൾക്ക് സത്സ്വഭാവമുണ്ടോ, സത്തിൽ ഉറച്ചതായ സ്വഭാവം. സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം, പരമാത്മാവ്. ആ പരമാത്മാവിൽ ഉറച്ചതായ സ്വഭാവം. പരമാത്മാവിൽ സ്വഭാവം ഉറയ്ക്കണമെങ്കിൽ എന്തു വേണം? പരമാത്മാ ജ്ഞാനം നേടണം. എന്താ പരമാത്മജ്ഞാനത്തിൻ്റെ മുഖ്യമായിരിക്കുന്ന പ്രകാശം? ഈ ലോകത്തിൽ സമസ്ത പദാർത്ഥങ്ങളും പരമാത്മാവ് തന്നെ എന്നുള്ളതായ പ്രത്യക്ഷമായ അറിവ്. ജീവനുള്ളവയായാലും ജീവനില്ലാത്തവയായാലും, മനുഷ്യനായാലും മൃഗമായാലും പക്ഷിയായാലും വൃക്ഷമായാലും പുല്ലായാലും പുഴുവായാലും മണൽത്തരിയായാലും മഹാപർവ്വതമായാലും സൂര്യചന്ദ്ര നക്ഷത്രാദികളായാലും എല്ലാം പരമാത്മാവ് തന്നെ എന്നതറിയുമ്പോൾ എല്ലാറ്റിനെയും ബഹുമാനിക്കുന്ന സ്വഭാവം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വന്നു ചേരും. എല്ലാം ഈശ്വരനാണ് എന്നറിയുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക. അങ്ങനെയുള്ളയാൾ ഒന്നിനെയും നിന്ദിക്കില്ല. അങ്ങനെയുള്ളയാൾ ഒന്നിനെയും വിരോധിക്കില്ല. പുല്ലിനെയും പുഴുവിനെയും വന്ദിക്കും, ഓരോ മണൽത്തരിയെയും വന്ദിക്കും. ലോകത്തിൽ ആർക്കും ഒരു ദുഃഖവും ഉണ്ടാക്കില്ല. തൻ്റെ സർവ കഴിവുകൾ ഉപയോഗിച്ചിട്ട് ലോകത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളെയും സേവിക്കും. അതാണ് വൃത്തം എന്ന് പറഞ്ഞത്, സദാചാരം. ഇതാണ് സദാചാരം. സത്തിൽ എല്ലാം പരമാത്മാവ് തന്നെയാണെന്നുള്ള അനുഭവത്തിൽ ഉറച്ചു നിൽക്കുന്ന ആചാരങ്ങൾ, പ്രവൃത്തികൾ. അതുകൊണ്ട് അയാളുടെ വാക്കുകൾ എങ്ങനെയായിരിക്കും, അയാളുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും, അയാളുടെ ചിന്തയും അങ്ങനെ തന്നെയായിരിക്കും. ഇതാണ് ബ്രാഹ്മണ്യത്തിനാസ്പദം. ഇതൊന്നു മാത്രം, സദാചാരം മാത്രം. അതല്ലാതെ ജനിച്ച കുടുംബമോ അതേപോലെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പദവിയോ അല്ലാതെ സമ്പത്തോ സ്വാധ്യായമോ വേദപഠനമോ, വേദപഠനം കൊണ്ടൊരാൾ ബ്രാഹ്മണനാകുന്നില്ല. അതേപോലെ തന്നെ വളരെയേറെ കാര്യങ്ങൾ ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടും ബ്രാഹ്മണനാകുന്നില്ല. ഒരു സെക്കൻഡ് പോലും വൈകിക്കാതെ യുധിഷ്ഠിരന്റെ മറുപടിയാണിത് എന്ന് നാം ഓർക്കുക. എത്ര സ്പഷ്ടമായിട്ടാണ് വ്യാസഭഗവാൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭജനത്തെ നമുക്ക് ശാസ്ത്രീയമായി കാണിച്ചു തന്നിരിക്കുന്നതെന്ന് ഓർക്കുക. ഇവിടെ ഒരിടത്ത് മാത്രമല്ല,
ഈ മഹാഭാരതം എന്നുള്ള 1,00,000 ശ്ലോകമുള്ള ഈ മഹാഗ്രന്ഥത്തിൻ്റെ ഓരോ ഭാഗത്തും, ഓരോ കഥയിലും, ഓരോ സന്ദർഭത്തിലും, ഓരോ സർഗത്തിലും വ്യാസഭഗവാൻ ഇക്കാര്യം വളരെ സ്പഷ്ടമായി ആർക്കും സംശയത്തിന് ഇടതരാത്ത രീതിയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്തിന്? വ്യാസൻ തന്നെ തൻ്റെ സ്വന്തം കഥ പറഞ്ഞു വച്ചു. ലോകം വേദവ്യാസൻ എന്ന് പുകഴ്ത്തുന്ന കൃഷ്ണദ്വൈപായനൻ വേദം നമുക്ക് പഠിക്കാൻ പാകത്തിന് ക്രമീകരിച്ച് പകർന്നു തന്ന ആ മഹാപുരുഷൻ കൃഷ്ണദ്വൈപായനൻ, അദ്ദേഹം തൻ്റെ കഥ ഈ മഹാഭാരതത്തിൻ്റെ തുടക്കത്തിൽ ആദിപർവത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അത് നേരത്തെ ഒരു നാളിൽ അപഗ്രഥിച്ചതുമാണല്ലോ. തൻ്റെ അമ്മ മുക്കുവ രാജാവിൻ്റെ മകളായ കാളിയാണ്. തൻ്റെ അച്ഛൻ പറയിയുടെ മകനായ പരാശരനാണ്. ആ കഥ, വ്യാസജനന കഥ വ്യാസൻ തുടക്കത്തിലേ പറഞ്ഞു വെച്ചു. ജനിച്ച മാത്രയിൽ വ്യാസൻ യൗവനത്തിലേക്ക് പ്രവേശിച്ചു. ആ നിമിഷം തന്നെ, അതാണ് ലോകത്തിൻ്റെ ആ സീമകളെയെല്ലാം, ലോകത്തിലെ പ്രവർത്തന ശൈലികളെയെല്ലാം അതിലംഘിക്കുന്നതാണ് ആ ബ്രഹ്മജ്ഞന്റെ സ്വന്തം കഥ. അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ അമ്മേ, ഞാൻ തപസ്സിനായി പോകുന്നു. അമ്മ എപ്പോഴാണോ എന്നെ സങ്കല്പിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്ന് അമ്മയുടെ ആജ്ഞയെ പരിപാലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വ്യാസൻ പോയി. അങ്ങനെ തൻ്റെ അമ്മ മുക്കുവ രാജാവിൻ്റെ മകളാണ്. യമുനാ നദിയിലെ വഞ്ചി തുഴയുന്ന ആളുകളെ, വഴിയാത്രക്കാരെ യമുനയുടെ അക്കരയും ഇക്കരയും കൊണ്ടെത്തിക്കുന്ന വഞ്ചിക്കാരിയാണ് തൻ്റെ അമ്മ, കാളിയാണ് തൻ്റെ അമ്മ എന്ന് പറഞ്ഞു വെച്ചു. അദ്ദേഹമാണ് മഹാബ്രാഹ്മണൻ.